നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫുട്ബോൾ ലോകത്ത് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റാണ് അല്പം മുമ്പ് വന്നിരിക്കുന്നത്, ഏതാനും മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്നത്. യൂണിയൻ ബെർലിൻ ബുണ്ടസ്ലീഗ ക്ലബ്ബാണ്. അവരവരുടെ കോച്ചായിട്ട് ഒരു വനിതയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മെൻസ് ടീമിൻ്റെ കോച്ചായിട്ട്, മെൻസ് ഫസ്റ്റ് ടീമിൻ്റെ കോച്ചായിട്ട്, ബുണ്ടസ്ലീഗ ടീമിൻ്റെ കോച്ചായിട്ട് ഒരു വനിതയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാരി ലൂയിസ് എറ്റയാണ് ഇപ്പോൾ ഒരു കോച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഫൻഹൈമിനോട് യൂണിയൻ ബെർലിൻ 3-1 പരാജയപ്പെട്ട് ഇപ്പോൾ ബുണ്ടസ്ലീഗയിൽ 29 കളികളിൽ നിന്ന് 32 പോയിൻറ്റുമായിട്ട് 11ാം സ്ഥാനത്ത് തപ്പി തടയുകയാണ്. ഈ ഘട്ടത്തിലാണ് അവർ അവരുടെ ഹെഡ് കോച്ചിനെ പുറത്താക്കി പകരം ഇവരെ കോച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനമാണ്. ഹെഡ് കോച്ച് സ്റ്റെഫാൻ ബൗങ്കാർട്ടിനെ പുറത്താക്കിയ കാര്യം ഇന്നലെ രാത്രിയോടുകൂടി അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് കോച്ചസായിട്ടുള്ള ഡാനിലോ ഡി സൗസയെയും അതുപോലെ കെവിൻ മെക്കനെയും ഒക്കെ അവരൊഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. യൂണിയൻ ബെർലിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ദി മെൻസ് ഫസ്റ്റ് ടീം വിൽ ടാക്കിൾ ദി ഫൈനൽ ഫേസ് ഓഫ് ദി സീസൺ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മാരി ലൂയിസ് എറ്റ, previously coach of under-19s and future head coach of the women's first team. അപ്പോൾ ഇൻട്രീം കോച്ചാണ്. ഈ സീസണിൻ്റെ അവസാനം വരെ ഇനി ഇവരാണ് ടീമിനെ പരിശീലിപ്പിക്കുക, മെൻസ് ടീമിനെ പരിശീലിപ്പിക്കുക. നേരത്തെ under-19 ടീമിൻ്റെ കോച്ചായിരുന്നു. ഇനി വനിതാ ടീമിൻ്റെ ഭാവിയിലെ കോച്ച് കൂടിയാണ് എന്ന് യൂണിയൻ ബെർലിൻ ഒഫീഷ്യലി അറിയിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് യൂണിയൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ ഒരുമിച്ച് ഇത്തരം സിറ്റുവേഷനുകളെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് വി വിൽ സെക്യൂർ ദി ക്രൂഷ്യൽ പോയിൻറ്റ്സ് വിത്ത് ദി ടീം എന്നുകൂടി അവർ പറയുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഈ സ്ഥാനത്തേക്ക് വരുന്നത് എന്നർത്ഥം. എന്തായാലും ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു തീരുമാനമാണ്. അവർ ഹെഡ് കോച്ചായിട്ട് അണ്ടിൽ ജൂൺ തുടരും. ഇപ്പോൾ യൂണിയൻ ബെർലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത്. ഈ ഇൻട്രീം കോച്ചിൻ്റെ കാലഘട്ടത്തിൽ എന്ത് നേട്ടത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും എഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഷീ ബിക്കംസ് ദി ഫസ്റ്റ് ഫീമെയിൽ ഹെഡ് കോച്ച് ഇൻ ദി ഹിസ്റ്ററി ഓഫ് മെൻസ് ബുണ്ടസ്ലീഗ. പുരുഷ ബുണ്ടസ്ലീഗയിൽ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ കോച്ച് വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും കാത്തിരിക്കാം യൂണിയൻ ബെർലിൻ അവരുടെ സിറ്റുവേഷൻ മാറ്റിമറിക്കുമോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.